ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബെഡ്റൂം മേക്ക് ഓവറിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഓർഗനൈസേഷൻ അതുപോലെ തന്നെ ഒരു എക്സ്ട്രീം മേക്ക് ഓവറാണ് ഈ ഒരു ബെഡ്റൂമിന് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇതൊന്ന് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു ലുക്കാണ് ഇപ്പോൾ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ടുള്ള ബെഡ്റൂമിൽ ആദ്യം തന്നെ നമ്മൾ കേർട്ടൻ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേർട്ടൻസും കാര്യങ്ങളെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുൾ ക്ലീൻ ചെയ്തിട്ടുള്ള ഒരു ഡീപ്പ് ക്ലീൻ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ ആ ഒരു ഷെൽഫ് ഈ ഒരു ഏരിയയിലായിരുന്നു വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളത്. പിന്നെ ഞാനത് സൂട്ടാവാത്തതുകൊണ്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു കേർട്ടനാണ് ഫുൾ പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് കേർട്ടനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ കേർട്ടൻ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതിൽ കാണിക്കുന്ന ഈ ഒരു ഷെൽഫിൻ്റെ മേക്ക് ഓവറും നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ പാർട്ട് 1 വീഡിയോയിൽ അത് അവൈലബിൾ ആണ്. അപ്പോൾ അതാ നെക്സ്റ്റ് നമ്മുടെ കേർട്ടൻസൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റൂമിന് 2 വിൻഡോ ഡോർസാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ 2 വിൻഡോയിലും നമ്മൾ സെയിം ഷെയ്ഡിലുള്ള വൈറ്റ് ഷെയ്ഡിലുള്ള കേർട്ടനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഇനി ഈ ഒരു സിംഗിളായിട്ടുള്ള വിൻഡോയിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഒരു റൂമിന് ചെയ്യേണ്ടത് ഒരു കേർട്ടൻ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നീറ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അത് ചെയ്യുമ്പോൾ തന്നെ ഒരു പകുതി ലുക്ക് ചേഞ്ചായി കിട്ടുന്നതാണ്. നെക്സ്റ്റ് ഇതാ ഇവിടെ ഓൾറെഡി ഉള്ളൊരു ഷെൽഫാണിത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ലൈനർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലൈനർ യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ആ ഒരു സ്പേസ് എൻഹാൻസ് ചെയ്യാനും ഒരു നീറ്റ് ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വാൾപേപ്പറിൻ്റെ ബാക്ക് സൈഡിലുള്ള സ്റ്റിക്കർ സൈഡാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് വിരിച്ചു കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പ്ലേസ് ചെയ്യുന്നത് ഒരു വാൾ ഡെക്കോ പീസാണ്. ഇത് നമ്മൾ DIY ചെയ്തിട്ടുള്ള ഒരു പീസാണ് കേട്ടോ. ലാസ്റ്റ് വീഡിയോസിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പീസ് തന്നെയാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ബെഡ്റൂം മേക്ക് ഓവറിന് വേണ്ടിയിട്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിന് ബേസ് കളർ നമ്മൾ വൈറ്റ് ആയിട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പല DIYസും നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മേക്ക് ഓവർ നമ്മൾ മാക്സിമം DIYs ഒക്കെ യൂസ് ചെയ്തിട്ട് നോ കോസ്റ്റിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഫസ്റ്റ് DIY എന്ന് പറയുന്നത് ഈ ഒരു വാൾ പെയിൻറ്റാണ്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പല DIYസിൻ്റെയും വീഡിയോസ് നമ്മൾ സെപ്പറേറ്റ് തന്നെ ഓരോന്നും ചെയ്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാണ്. നെക്സ്റ്റ് നല്ലൊരു ബെഡ്ഷീറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാ ഞാൻ ഫസ്റ്റിൽ തന്നെ ഈ ഒരു ബെഡ് ഒന്ന് കവർ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പഴയ ബെഡ്ഷീറ്റ് വെച്ചിട്ട് നല്ല ടൈറ്റ് നോട്ട് 4 കോർണേഴ്സിലും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു ബെഡ്ഷീറ്റ് ഇൻ പ്ലേസ് ആയിട്ട് ടൈറ്റായി തന്നെ കിടന്നോളും. അപ്പോൾ ബെഡ് കവറില്ലാത്തവർക്കൊക്കെ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഇതാ ഇനി നമ്മൾ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബെഡ്ഷീറ്റ് അതിൻ്റെ മീതെ കൂടെ ഒന്ന് വിരിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ പ്ലെയിൻ വൈറ്റ് കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഞാനൊരു മിക്സ് ആൻഡ് മാച്ച് ആക്കിയിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു പ്രിൻറ്റഡ് ബെഡ്ഷീറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് തന്നെ ഒന്ന് ഈ ഒരു ബെഡ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വൈറ്റ് ഫുള്ളായിട്ട് തന്നെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ലൈറ്റ് കളേഴ്സിലുള്ള പില്ലോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സൂത്തിങ് കളേഴ്സാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അധികം ഓവറായിട്ടുള്ള ഡീപ്പ് കളേഴ്സ് അല്ല, ഒരു ലൈറ്റ് കളേഴ്സും ഷെയ്ഡൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതാ അതിൻ്റെ ബെഡ്ഷീറ്റും കൂടെ ഒന്ന് വിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റണ്ണറൊക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒരു പ്രിൻറ്റഡ് ബെഡ്ഷീറ്റൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പഴയ പ്രിൻറ്റഡ് ബെഡ്ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതും വിരിച്ചു കൊടുത്താൽ തന്നെ മതിയാകും. അപ്പോൾ അതാ ഞാൻ ഈ ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു വൈറ്റ് ഷീറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള കളർ ബെഡ്ഷീറ്റൊക്കെ റണ്ണറൊക്കെ ആക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ രാത്രി ടൈമിൽ നമുക്കത് ഫുള്ളായിട്ട് തന്നെ വിരിച്ചു കൊടുത്തിട്ട് അങ്ങനെയും ഫങ്ഷനാക്കി യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ദാ ഈ ഒരു രീതിയിലാണ് ഞാൻ വിരിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു കുഷൻ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫുൾ ബെഡ് സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു പ്രോപ്പർ ഒരു എക്സിക്യൂട്ടീവായിട്ട് നമുക്കൊരു ബെഡ് സെറ്റ് ചെയ്യണമെങ്കിലുള്ളൊരു സിമ്പിളായിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് ഇതന്നെയാണ്. അപ്പോൾ 2 കുഷൻ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഡബിൾ കോട്ടിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കിങ് സൈസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് കുഷൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്.
അടുത്തതായിട്ട് നമ്മൾ കോർണറിൽ ഒരു സ്റ്റാൻഡും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പ്ലാന്റർ സ്റ്റാൻഡായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും നമ്മൾ DIY ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. അതിനായിട്ട് നമ്മൾ 3 കാർഡ്ബോർഡ് റോള് ഒരു പ്ലേറ്റും കൂടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു സ്പ്രേ പെയിൻ്റൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇനി വെക്കുന്നത് ഇതിലേക്കൊരു പ്ലാന്ററാണ്. അപ്പോൾ ഒരു പോട്ട് പ്ലാന്ററാണ് വെക്കുന്നത്. അതും നമ്മൾ DIY ചെയ്തിട്ടുള്ളതായിരുന്നു. ലാസ്റ്റ് വീഡിയോസിലെല്ലാം ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മാക്സിമം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാം തന്നെ നമ്മൾ DIY ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ മണി പ്ലാന്റ് കൂടിയിട്ടാണ് വെച്ച് കൊടുത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്ലാന്റൊക്കെ ബെഡ്റൂമിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലുക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് കോർണറിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് ഈ ഒരു അരേക്ക പാമ്പിൻ്റെ ചെറിയൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് ഞാൻ ഫ്ലോറിൽ ഡയറക്റ്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. സ്റ്റാൻഡൊന്നും വെക്കാതെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് ഫ്ലോറിൽ പ്ലേസ് ചെയ്യുമ്പോൾ അത് ലേഡാണെന്നും കൂടെ ഉറപ്പ് വരുത്തേണ്ടതാണ്. അതിപ്പോൾ ഞാൻ ഡ്രെയിനേജ് പോട്ടിൻ്റെ പുറത്തുകൂടെ വേറൊരു പോട്ട് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻഡോറിൽ വെക്കുമ്പോൾ എപ്പോഴും ഒരു സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് വെക്കുന്നത് തന്നെയായിരിക്കും നമ്മളെ ക്ലീനിങ് പർപ്പസിനൊക്കെ എളുപ്പമായിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ അവൈലബിളൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്ത് നോക്കേണ്ടതാണ്. നെക്സ്റ്റ് ഒരു റഗ്ഗാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതും നമ്മൾ DIY ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു റഗ്ഗോ അല്ലെങ്കിൽ ഒരു റണ്ണർ, ടേബിൾ റണ്ണർ, ബെഡ് റണ്ണറൊക്കെ ആക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിതൊരു ബെഡ് സെറ്റ് റഗ് പർപ്പസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടാസിൽസൊക്കെ വെച്ച് കൊടുത്തിട്ട് മൾട്ടി കളറിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണിതിൽ. അപ്പോൾ ഇതൊരു തിക്ക് ഫാബ്രിക് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയും വീഡിയോ സെപ്പറേറ്റ് നമ്മൾ ക്ലോത്ത് റീയൂസിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ ആ ഒരു വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കേണ്ടതാണ്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു സിമ്പിൾ ഷെൽഫ് ഓർഗനൈസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഡെക്കറേഷൻ പ്ലസ് ഫങ്ഷണൽ വേയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് വെച്ച് കൊടുക്കുന്നത് ഈ ഒരു ടീ പോട്ടാണ്. അപ്പോൾ ഇതിൽ ടെക്സ്ചറും പെയിൻറ്റും ഞാൻ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. സെറാമിക് പോട്ടിലേക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് വെച്ച് കൊടുക്കുന്നത് ഒരു ഫേക്ക് പ്ലാന്റിൻ്റെ ലീവ്സുള്ള ഒരു പോട്ടാണ്. അപ്പോൾ ഇത് നല്ല ലെയർഡ് ആൻഡ് ഹാങ്ങിങ് ഒക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു സ്പേസ് പെട്ടെന്ന് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫേക്ക് പ്ലാന്റ്സ് ഒക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് അടിപൊളിയാണ് കേട്ടോ. ഡെക്കറേഷനൊക്കെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സ് യൂസ് ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്ന നോട്ട്സ് കാര്യങ്ങളൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടുള്ള നോട്ട് പാഡും പിന്നെ നമ്മൾ റെഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ബുക്സ് കാര്യങ്ങളൊക്കെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സെറാമിക്കിൻ്റെ കുഞ്ഞു ബോളാണ്. അപ്പോൾ ഇത് എൻ്റെ മോള് പെയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പെയിൻറ്റ് ചെയ്തിട്ട് നമ്മൾ ബേക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഓൾറെഡി ഒരു സെറാമിക്കിൻ്റെ ഫിനിഷിൽ വന്നിട്ടുള്ളൊരു ബോളാണ്. ഇനി അതിലേക്ക് ഞാൻ ഡെയിലി ബേസിൽ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുത്തപ്പോൾ ആ ഒരു റാക്ക് നമുക്ക് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ കാണാനും അതുപോലെ ഫങ്ഷനാക്കാൻ വേണ്ടിയിട്ടും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ആ ഒരു കുഞ്ഞു ഷെൽഫിൽ ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഓഫീസിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ബാക്കി അഭിപ്രായം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതൊന്നും അറിഞ്ഞില്ല, ഞാനിങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നും അറിയില്ലായിരുന്നു. ഞാനിന്ന് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു ബെഡ്റൂം നമുക്കിവിടെ ആകെ ഈ ഒരു ബെഡ്റൂമേ ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ ഫങ്ഷനാക്കിയിട്ട് വേണം നമുക്കിതൊന്ന് ഓർഗനൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ബെഡ്റൂംസൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും മിനിമലായിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എനിക്കിപ്പോൾ ഇതിലേക്കൊരു നമ്മുടെ ഷെൽഫ് അതുപോലെ ഒരു ടാബ്ലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഓപ്പോസിറ്റുള്ള ഷെൽഫിൽ തന്നെയാണ് ഓപ്പോസിറ്റുള്ള വാളിൻ്റെ നിയർബൈ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ക്ലട്ടറായിട്ട് തോന്നില്ല. നമ്മൾ വന്ന് കയറുമ്പോൾ ഒരു ക്ലട്ടർ ഫീൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓപ്പോസിറ്റ് വാളിലേക്കാണ് അറ്റാച്ച് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെയുള്ള സ്മോൾ ബെഡ്റൂംസൊക്കെ ആണെങ്കിൽ നമ്മൾ ഫർണിച്ചേഴ്സിൽ മാക്സിമം സ്റ്റോറേജ് സ്പേസ് തന്നെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിഷ്വൽ ക്ലട്ടർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്.
ഇതിപ്പോൾ ഈ ഒരു ടേബിൾ ഞാൻ മൾട്ടി പർപ്പസ് ആയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്വിങ്ങിൻ്റെ ടൈമിൽ ആ ഒരു മെഷീൻ വെച്ചിട്ടും അല്ലാത്ത ടൈമിൽ നമുക്ക് അയൺ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആ ഒരു ടേബിൾ മൾട്ടി പർപ്പസ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ബെഡ്റൂമാണ്, വേറെ സ്പേസ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ദാ ഈ ഒരു ബെഡിൻ്റെ അണ്ടർ ഏരിയയും കൂടെ നമ്മൾ കോട്ടിൻ്റെ അണ്ടർ സ്പേസും കൂടെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടെങ്കിൽ നമുക്ക് നീറ്റായിട്ട് എങ്ങനെ ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാം, ക്ലട്ടർ ഇല്ലാതെ ഈസി ആക്സസ് ആയിട്ടൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. ഇനി ഇതിനൊരു വാം ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്ട്രിങ് ലൈറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്ട്രിങ് ലൈറ്റ് ആഡ് ചെയ്യുക എന്നുള്ളത്. പിന്നെ അതുപോലെ മിനി ആയിട്ടുള്ള ലാംപ്സ് ആഡ് ചെയ്യുക, ബാറ്ററി ലാംപ്സ് ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു ബെഡ്റൂമിൻ്റെ ലുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാ ബെഡ്റൂംസിലും നമുക്ക് വാം ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ബെഡ്റൂംസൊക്കെ ഒന്ന് വാം ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെയുള്ള ടിപ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു കാം ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വൈബാണ് ഈ ഒരു ലൈറ്റിങ്ങിലൂടെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ഡെക്കറേഷനിൽ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് പോകാനും കൂടെ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.